എന്താ പറയുക, ഫോറക്സ് തിയറി ആയാലോ, നമ്മൾ എപ്പോഴും ഫോറക്സ് ട്രേഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ പെയേഴ്സാണ്, കറൻസി പെയേഴ്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ യൂറോ ടു US$. ഇപ്പോൾ യൂറോ ടു US$ ഒരു പെയർ ആയിട്ട് എടുക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഇത് ബൈ ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മളിത് സെൽ ചെയ്യേണ്ടത്? യൂറോ സെൽ ചെയ്യേണ്ടത്. അപ്പോൾ യൂറോ ബൈ ചെയ്യേണ്ടത് എപ്പോഴാണ്? എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ദ യൂറോ ഇൻക്രീസസ്, യൂറോ കൂടുമ്പോൾ, യൂറോയുടെ വില കൂടുമ്പോഴാണ് നമ്മൾ യൂറോ ബൈ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം, ബട്ട് സ്റ്റിൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദെൻ യൂറോ ടു US$ സെൽ ചെയ്യേണ്ടത് എപ്പോഴാണ്? യൂറോ ഡിക്രീസ് ചെയ്യുമ്പോൾ. ഡിക്രീസ് ചെയ്യുന്നത് യൂറോ ഇൻ കമ്പാരിസൺ ടു US$ ഡിക്രീസ് ചെയ്യുമ്പോഴാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ യൂറോ ഇൻ കമ്പാരിസൺ ടു US$ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യുകയും ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സെൽ ചെയ്യുകയുമാണ്. ആൻഡ് ആസ് സച്ച് യൂറോ അല്ല, പെയർ ആസ് സച്ച് ഇൻ കമ്പാരിസൺ കൂടുകയും കുറയുകയും ചെയ്യുമ്പോഴാണ് ബൈയും സെല്ലും നടക്കുന്നത്.